ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത് ഒരു വണ്ടി നല്ല കയറ്റത്ത് സെക്കൻഡ് ഗിയറിൽ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുമോ? സാധാരണ നമ്മളൊരു കയറ്റത്ത് വണ്ടി എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്, എന്നാൽ സെക്കൻഡ് ഗിയറിൽ എടുക്കാനായിട്ട് കഴിയുമോ? നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ചോദ്യം ഉണ്ടാകും, നമ്മളൊരു വണ്ടി എപ്പോഴും എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലല്ലേ? നിർത്തി ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കയറ്റത്ത് എടുക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഗിയറിലല്ലേ വണ്ടി എടുക്കുന്നത്, പിന്നെ എന്തിനാണ് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഗിയർ ഇട്ട് ഒരു വണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം വീഡിയോയുടെ അവസാനം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം എൻ്റെ കാല് ഞാനിതേ മെല്ലെ ബ്രേക്ക് പെഡലിൽ നിന്ന് എടുക്കുന്നു. ഇവിടെ ആക്സിലേഷൻ പെഡലിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്, ഞാൻ കൊടുക്കുന്നില്ല. അതിനുശേഷം ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഈ നിരപ്പ് റോഡിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കാമെന്ന് ആദ്യം ഒന്ന് നോക്കാം. നിങ്ങൾ നോക്കുക, ഞാനിതേ മെല്ലെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി ഇവിടെ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഞാനിവിടെ മെല്ലെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് സെക്കൻഡ് ഗിയറിൽ വണ്ടി മെല്ലെ ഇങ്ങനെ മൂവ് ആക്കുകയാണ്. നോക്കുക, വളരെ സിമ്പിളായിട്ട് തന്നെ ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ വണ്ടി മൂവ് ആക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ആക്സിലേഷൻ കൊടുത്ത് ഈ ഒരു കയറ്റം കയറുകയാണ്. സെക്കൻഡ് ഗിയറിലാണ് കയറുന്നത്, പക്ഷേങ്കിൽ വണ്ടിക്ക് ഇപ്പം നല്ല രീതിയിലുള്ളൊരു വലി മുട്ടുന്നുണ്ട്. കാരണം ഈ ഒരു കയറ്റം കയറി തുടങ്ങിയപ്പോൾ നമ്മൾ ഓൾറെഡി കയറ്റം കയറുന്നത് സാധാരണ ഇപ്പോഴും ഫസ്റ്റ് ഗിയറിലാണ്, എന്നാൽ സെക്കൻഡ് ഗിയറിൽ നമ്മൾ വണ്ടി അയച്ചെടുത്തിട്ട് കാല് കൊടുത്തപ്പോൾ ഒരു വൈബ്രേഷൻ കയറ്റം കയറാൻ തുടങ്ങിയപ്പോഴത്തേന് വണ്ടിക്ക് ഉണ്ടായി. എന്നാൽ നിരപ്പ് റോഡിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒരു കയറ്റമുണ്ട്, ഈ കയറ്റത്ത് നമുക്ക് സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കാൻ കഴിയുമോ? ഈ കയറ്റത്തിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് വന്ന് നമ്മളിവിടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്നു. ഓക്കെ, ഞാനിത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. ഇപ്പം നിങ്ങൾ നോക്കുക, ഓൾറെഡി സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയുമോ? ഞാനിവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം ഒന്നും തേടുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് എൻ്റെ കാലിൽ ബ്രേക്ക് പെഡലിൽ നിൽക്കുകയാണ്, ബ്രേക്ക് എന്നെടുത്ത് അതേ വണ്ടി ബാക്കിലേക്ക് റോളാകും. ഓക്കെ, ഞാൻ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെ കാലയച്ച് വരുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റായി. ഇനി മെല്ലെ ഞാൻ ബ്രേക്കിൽ നിന്നൊന്ന് കാലെടുത്ത് നോക്കുകയാണ്, നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകുമോ അതറിയാൻ വേണ്ടി ഞാൻ ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് മെല്ലെ ഞാൻ കാലെടുക്കുമ്പോൾ വണ്ടി ഇത് ബാക്കിലേക്ക് റോളാകുന്നുണ്ട്. നോക്കുക, ഇപ്പം റോളാകുന്നില്ല, പ്രോപ്പർ ബൈറ്റിംഗ് പോയിൻ്റാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. ഇനി ഞാൻ മുന്നോട്ട് കുറച്ച് ക്ലച്ച് ചവിട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ഓഫായി പോകും, അല്ലെങ്കിൽ മൂവ് ആകും. നിങ്ങൾ നോക്കുക, ഞാൻ ഇതിന് ശേഷം ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. നിങ്ങൾ നോക്കുക, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്, വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഞാനിത് ആക്സിലേഷൻ കൊടുത്തു പിടിക്കുന്നു. നിങ്ങൾ നോക്കുക, അതിന് ശേഷം ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ച് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് ഗിയറിൽ വണ്ടി കയറ്റത്ത് എടുത്തു. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുത്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഇവിടുന്ന് മുകളിലേക്ക് നിങ്ങൾ നോക്കുക, നല്ല വലിയൊരു കയറ്റത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയർ കൊടുത്തു, എന്നിട്ട് ഈ കയറ്റത്തിൻ്റെ നടുവിൽ വന്നിട്ട് നമുക്ക് സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു കയറ്റത്തിലേക്ക് നമ്മൾ വണ്ടിയായിട്ട് കയറുകയാണ്. ഓക്കെ, നമ്മളിവിടെ കയറ്റി വണ്ടി നിർത്തുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്താണ് വണ്ടിയായിട്ട് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാലായിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി കിടക്കുന്നത് നിങ്ങൾ നോക്കുക, ഞാൻ ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്കാക്കി. ഇനി മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ഏകദേശം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. ആ ഒരു ടൈമിൽ വണ്ടിക്കകത്ത് ഗിയർ ലിവർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക, അതിനുശേഷം ഞാനിത് മെല്ലെ ബ്രേക്കിൽ നിന്ന് അയക്കാൻ നോക്കുകയാണ്. പക്ഷേങ്കിൽ വണ്ടി കയറ്റത്ത് നിൽക്കുന്നില്ല. സെക്കൻഡ് ഗിയറിൽ ഞാൻ ഹാഫ് ക്ലച്ചിൽ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ എനിക്ക് എത്തിയിട്ട് പോലും വണ്ടി നിൽക്കുന്നില്ല. ഇനി ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് റോളാകും. ക്ലച്ചിൽ നിന്ന് ഇനിയും ഞാൻ കാലയച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വണ്ടി ഓഫായി പോകും. ഇനി പെട്ടെന്ന് ഇവിടുന്ന് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാലും വണ്ടി സെക്കൻഡ് ഗിയറിൽ കയറത്തില്ല. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാനിത് വീണ്ടും ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. അതിനുശേഷം ഞാനിത് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പം
വണ്ടി ഈ ഒരു കയറ്റത്തെ ബ്രേക്ക് ഇല്ലാതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ആക്സിലേഷൻ കൊടുക്കുന്നു, മുന്നോട്ട് ആക്സിലേഷൻ കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് വണ്ടി ഞാനിതേ മെല്ലെ ഈ ഒരു കയറ്റം എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഈ ഒരു കയറ്റത്തെ ഇപ്പോൾ എടുത്തു, കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് തന്നെ എടുത്തു. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, ഒരു വണ്ടി സെക്കൻഡ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണോ? അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവെന്ന് പറഞ്ഞാൽ, നമ്മളൊരു വാഹനം എപ്പോഴെടുത്താലും കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിൽ മാത്രം വാഹനം എടുക്കുക. ഒരു നിരപ്പ് റോഡിലായിക്കോട്ടെ, കയറ്റത്തായിക്കോട്ടെ, നമ്മൾ വണ്ടി എടുക്കുന്ന ഏതൊരു ടൈമിലും ഫസ്റ്റ് ഗിയറിൽ എടുക്കുക. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കി, ഇപ്പോൾ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ചരലുള്ള ഒരു ഭാഗത്താണ് വന്നത്. ഇവിടെ ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. ഇവിടെ നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്മൂത്തായിട്ട് എടുക്കാനായിട്ട് കഴിയത്തില്ല. അതുതന്നെയല്ല, വണ്ടി ഓഫായി പോകും. സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിനെ സംബന്ധിച്ചിടത്തോളം ടോർക്ക് കുറഞ്ഞൊരു ഗിയറാണ്. അതായത് ഇത്രയും വെയിറ്റുള്ള ഒരു വണ്ടിയെ മൂവ് ആക്കാനായിട്ടുള്ള ഒരു പവർ സെക്കൻഡ് ഗിയറിനില്ല. പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയിൽ കുറച്ച് യാത്രക്കാരും കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അതിനുള്ളൊരു പവർ ടോർക്കും നമ്മളുടെ ഗിയറിനില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നതിൻ്റെ പിന്നിലെ കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ് ഗിയറുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി എടുക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് സെക്കൻഡ് ഗിയറിൽ വാഹനം എടുക്കുന്നവർ. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടിയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചാണ് എപ്പോഴും നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നത്. ആ ഒരു കാര്യം ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുതന്നെയല്ല, ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഒരു വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്പേസിലൂടെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിലും നമുക്ക് വണ്ടി തീർത്തും സ്ലോ ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തു പോവുക. വണ്ടി മൂവ് ആയതിനു ശേഷം ഇത്തരത്തിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ സെക്കൻഡ് ഗിയർ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.